ആലപിച്ചിടാം ആനന്ദഗാനങ്ങളാലപിക്കാം ഞങ്ങൾ ആത്മാവിൻ മണിവീണ നീയുണർത്തൂ സ്നേഹശൂന്യമം ഈ മരുഭൂമിയിൽ സ്നേഹത്തിൻ നീർച്ചാലായി ഒഴുകി വരൂ സ്നേഹശൂന്യമം ഈ മരുഭൂമിയിൽ സ്നേഹത്തിൻ നീർച്ചാലായി ഒഴുകി വരൂ സ്നേഹവും ശാന്തിയും വാരി വിതയ്ക്കുവാൻ സ്നേഹസ്വരൂപനി വൈകരുതേ ആയിരം പുഷ്പങ്ങൾ ആരാധനയ്ക്കായി ഞങ്ങൾ അർപ്പിച്ചിടാം ആനന്ദഗാനങ്ങൾ ആലപിക്കാം ഞങ്ങൾ ആത്മാവിൻ മണിവീണ നീയുണർത്തൂ ആലവിട്ടോടിയ കുഞ്ഞാടിന് നാദ തിരുമാറിൽ നീ ഇടം നൽകിയില്ലേ ആലവിട്ടോടിയ കുഞ്ഞാടിന് നാദ തിരുമാറിൽ നീ ഇടം നൽകിയില്ലേ പാപത്തിൻ പാഴ്ജലം മോഹിച്ചലിയുമ്പോൾ ആത്മാവിൻ ജീവജലം പകരുകില്ലേ ആയിരം പുഷ്പങ്ങൾ ആരാധനയ്ക്കായി അൾത്താരയിൽ ഞങ്ങൾ അർപ്പിച്ചിടാം ആനന്ദഗാനങ്ങൾ ആലപിക്കാം ഞങ്ങൾ ആത്മാവിൻ മണിവീണ നീയുണർത്തൂ. നല്ലൊരു കൈയടി കൊടുത്തേ. എനിക്ക് പോലും ഈ പാട്ട് ഇത്ര നന്നായിട്ട് പാടാൻ അറിയത്തില്ല. അമ്മച്ചി അടിച്ചു പൊളിച്ച് പാടിയല്ലോ. അമ്മച്ചിയുടെ മോള് സിസ്റ്റർ, ഞങ്ങൾ രണ്ട് സിസ്റ്റർമാരുണ്ട്. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ആ സിസ്റ്റർ പുതിയ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബില്, സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട്. ഈശോയ്ക്കുണ്ടൊരു കുഞ്ഞാട് അല്ലേ, പുതിയ പാട്ട്. അമ്മച്ചി പാട്ടുകാരിയായിരുന്നു അല്ലേ? എന്തായാലും പറഞ്ഞാ മതി. പത്രോസ് സാറിന്റെ സാമീപ്യം. ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി. കാഴ്ച ഇല്ലാത്തതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പറയുന്നേ. കേൾക്കുന്നുണ്ട്. സന്തോഷാണോ? സന്തോഷക്കുറവൊന്നുമില്ല. ഏതായാലും എല്ലാവർക്കും നന്ദി. പത്രോസ് സാറ് വരണോ വേണ്ടെന്ന് ശങ്കിച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ശങ്കയൊക്കെ മാറ്റി. കാഴ്ചക്കുറവുണ്ട് എങ്കിലും അത്രയും ബുദ്ധിമുട്ടിനിടയിലും വന്നു. നമ്മുടെ ഹോമിയോ സാറുണ്ട്. ഹോമിയോ സാറും ശ്വാസം മുട്ടൊക്കെ ആയിട്ട് വരണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു സന്തോഷത്തോടെ ഒരു വാക്ക് പറയാം. ഹോമിയോ സാറിന് വിളിക്കാൻ കാരണം നമ്മുടെ ഹോമിയോ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ എല്ലാവരും ഹോമിയോ സാറാണ്. ഹോമിയോ സാർ ഇങ്ങനെ വരണോ വേണ്ടോ എന്നൊക്കെ നിർബന്ധം പറഞ്ഞപ്പോ വന്നതാണ്. ഇവരുടെ എല്ലാം കുടുംബ ഡോക്ടറാണ്.